വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദർശധീരരായ നേതാക്കന്മാരെ, ബഹുമാന്യരെ, ഈ വളരെ വൈകിയ വേളയിൽ സ്വാഗത ആശംസിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ നേതാവ് മുതൽ തൊട്ടു മുമ്പ് വരെ പ്രസംഗിച്ച ആൾ വരെ ഇവിടെ പറയുകയുണ്ടായി രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുകയുണ്ടായി. ഈ വൈകിയ വേളയിൽ എനിക്കൊന്നു മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ. ജനാധിപത്യവും ഭരണഘടനയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ പൈതൃകവും നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ റോഡുകളിൽ അനാഥരായ ഒരുപാട് സഫിയ സൈഫിയെയും ബൽഖീസ് ബാനുവിനെയും പോലെയുള്ള, ഉന്നാവയിലെ പെൺകുട്ടിയെ പോലെയുള്ള ഒരുപാട് കുട്ടികളെയും ഒരുപാട് സ്ത്രീകളെയും നാം കാണുകയുണ്ടായി. എന്നാൽ ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ തുടങ്ങിയ ഈ ഒരു ജനസമുച്ചയം തിരുവനന്തപുരത്തിൻ്റെ മൈതാനത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ വനിതകൾ ഉറച്ച് ആശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇനിയൊരു സഫിയ സൈഫിയോ അല്ലെങ്കിൽ ഒരു ഉന്നാവയോ അല്ലെങ്കിൽ ഒരു ഖത്രാസോ ഇവിടെ ഉണ്ടാവുകയില്ല എന്നുള്ള ആശ്വാസത്തോടു കൂടി ഈ ജനകീയ മുന്നേറ്റ യാത്രയ്ക്ക്, ഈ രാഷ്ട്രത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. JSDP. സംസ്ഥാന നേതാക്കളെ, ജില്ലാ നേതാക്കളെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, അതിമഹത്തായ സമത്വം, സാഹോദര്യം, നീതി മുതലായവ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ അതിമഹത്തായ ഭരണഘടനയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവാതെ കേവലം ഒരു വിഭാഗത്തിൻ്റെ മതത്തെയും മതചിഹ്നങ്ങളെയുമാണ് ഇന്ന് ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിൻ്റെ മേൽ മതം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ന് ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ മോദി ഭരണത്തിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതലും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതും. ഉത്തർപ്രദേശിലായാലും മണിപ്പൂരിലായാലും സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്, വാർത്തകൾ കേട്ടതാണ്. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടൻ റോഡിൽ നടത്തിയ വാർത്തയും ദയനീയമായ വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കത്തുവായും ഹത്രാസും. ഇന്ത്യ രാജ്യം തീർത്തും ജനാധിപത്യത്തിൽ നിന്നും സ്വച്ഛാധിപത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഗുജറാത്ത് കലാപത്തിൽ ഇരയായ ബൽഖീസ് ബാനുവിൻ്റെ പ്രതികളെ പൂമാലയിട്ട് സ്വീകരിച്ച വികൃതമായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഓരോരുത്തരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടത് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ്.